ഈ ഐക്യരാഷ്ട്രസഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അത് നമ്മെ സംബന്ധിച്ച് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വാർത്തയാണ്. കാരണം ഈ IS-മായി ബന്ധപ്പെട്ട് ഇനി ഇന്ത്യയിൽ അവർക്കൊരു വലിയ ആക്രമണം നടത്താനുള്ള ഒരു പശ്ചാത്തലം ഇപ്പോൾ ഇന്ത്യയിൽ ഇല്ലെന്നാണ് ആ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു ആശങ്കപ്പെടുത്തുന്ന കാര്യമുണ്ട്, അവർക്ക് ഇന്ത്യയിൽ സ്വാധീനമുണ്ട്, അതുകൊണ്ട് ചെറിയ അക്രമങ്ങൾ ഉണ്ടാകുകയും ചെയ്യാം. എന്താണ് കൂടുതൽ വിവരങ്ങൾ? തീർച്ചയായിട്ടും IS-ൽ നിന്ന് ഇന്ത്യ ഒറ്റപ്പെട്ട ആക്രമണങ്ങൾ പ്രതീക്ഷിക്കണം. ആഭ്യന്തരമായി ഇന്ത്യക്കുള്ളിൽ ഒറ്റപ്പെട്ട ആക്രമണങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്. അവരുടെ സ്ലീപ്പർ സെല്ലുകൾ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് UN-ൻ്റെ ഈ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. അതിൻ്റെ വിശദാംശങ്ങൾ അധികമൊന്നും പുറത്തു വിട്ടിട്ടില്ല. കാരണം അത് രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് കേന്ദ്ര സർക്കാരിനും അതുപോലെ തന്നെ നമ്മുടെ ഈ ആഭ്യന്തര ഏജൻസികൾക്കും അതിനെ സംബന്ധിക്കുന്ന ചില കാര്യങ്ങൾ മാത്രമേ പുറത്തുവിടാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും ഈ IS ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഈ ഭീകര സംഘടനയ്ക്ക് ഇനി വലിയ തോതിൽ ഇന്ത്യയെ ആക്രമിക്കാൻ കഴിയില്ല എന്നാണ് ആ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. അതിനവർ വളരെ വ്യക്തമായിട്ട് പറയുന്നൊരു കാരണമുണ്ട്, അതിൽ ചൂണ്ടിക്കാണിക്കുന്നൊരു കാര്യമുണ്ട്. അത് അഫ്ഗാനിസ്ഥാനിൽ നിരവധി ഭീകര സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ്. ഇപ്പോൾ അവിടം എല്ലാവർക്കും അറിയാമല്ലോ, താലിബാനാണ് അവിടം ഭരിക്കുന്നത്. ഈ താലിബാനും IS-ഉം പരസ്പരം പോരടിക്കുന്ന രണ്ട് ഭീകര സംഘടനകളാണ് വാസ്തവത്തിൽ. പക്ഷേ താലിബാനുമായിട്ട് ഇന്ത്യ നയതന്ത്ര ബന്ധമൊന്നും സ്ഥാപിച്ചിട്ടില്ലെങ്കിലും അഫ്ഗാനിന് ചില സഹായങ്ങളൊക്കെ, ഭക്ഷണം, മരുന്ന് തുടങ്ങി അങ്ങനെ ചില സഹായങ്ങൾ. കാലത്ത് ഒരു 2 ആഴ്ച മുമ്പ് ഇന്ത്യ ഔദ്യോഗികമായി തന്നെ ഒരു കൂടിക്കാഴ്ച നടത്തിയിരുന്നല്ലോ ഖത്തറിൽ വെച്ച്. ഈ പാകിസ്ഥാനുമായിട്ട് ചില പ്രശ്നങ്ങൾ അഫ്ഗാനും പാകിസ്ഥാനും തമ്മിൽ, അതായത് അതിർത്തി പ്രശ്നം മാത്രമല്ല, താലിബാന്റെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുന്ന വിധത്തിൽ പാകിസ്ഥാൻ ചില നടപടികളുമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട്, പ്രത്യേകിച്ചും സൈനിക നടപടി. ആ സൈനിക നടപടിക്കെതിരെ താലിബാൻ ലോകരാഷ്ട്രങ്ങളോട് സഹായം ചോദിക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഇന്ത്യയോടും സഹായം ചോദിച്ചു. പക്ഷേ നമുക്കങ്ങനെ ആളും അർത്ഥവും ആയുധവും ഒന്നും കൊടുത്ത് അവരെ സഹായിക്കാൻ സാധിക്കില്ല. കാരണം അവിടെ ഒരു വ്യവസ്ഥാപിതമായ ഭരണകൂടമല്ല ഉള്ളത്. ഇതുപോലെ അവിടെ ഉണ്ടായിരുന്ന ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിനെ അട്ടിമറിച്ച് അവിടെ അമേരിക്കൻ സേന പിന്മാറിയതോടുകൂടി അവിടെ ഭരണം പിടിച്ചെടുത്ത താലിബാനാണ്. അപ്പോൾ അവരോട് സഹകരിക്കുന്നതിന് ചില പരിമിതികളുണ്ട് ഇന്ത്യ സർക്കാരിന്. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഗവൺമെൻറ് വളരെ ശ്രദ്ധിച്ചാണ് ഈ താലിബാനുമായിട്ടുള്ള വിഷയത്തിൽ ഓരോ ചുവടും വയ്ക്കുന്നത്. നേരിട്ട് നമ്മൾ അവരുമായിട്ട് ഒരു തുറന്ന സൗഹൃദത്തിന് പോകുന്നില്ല, എന്നാൽ ഒരു ഏറ്റുമുട്ടലിനും നമ്മളില്ല. ഇങ്ങോട്ട് ആക്രമിക്കാത്തടത്തോളം കാലം അങ്ങോട്ട് നമ്മളൊരു ശല്യത്തിനും പോകില്ല. അതാണ് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ പ്രഖ്യാപിതമായ നിലപാട്. പക്ഷെ പാകിസ്ഥാൻ അങ്ങനെയല്ല. അവർ അഫ്ഗാനിസ്ഥാനുമായിട്ട് നിരന്തരം, നല്ല ഭാഷയിൽ പറഞ്ഞാൽ, ചൊറിയുന്നുണ്ട്. അതിന് താലിബാൻ നല്ല മറുപടിയും കൊടുക്കുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ. പക്ഷെ ഈ അഫ്ഗാനിസ്ഥാനിൻ്റെ ഉള്ളിൽ ഏതാണ്ട് 30-ലധികം ഭീകര സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് UN തന്നെ പറയുന്നത്. അതിലേറ്റവും ശക്തരാണ് താലിബാൻ. പക്ഷേ ഈ 30 സംഘടനകളിൽ ഒരു പ്രധാനപ്പെട്ട ഭീകര സംഘടനയാണ് IS. ഈ IS-ഉം താലിബാനും തമ്മിൽ അവിടുത്തെ ഭരണം പിടിക്കാൻ വേണ്ടിയിട്ട് വലിയ ശ്രമം നടത്തുന്നുണ്ട്. അവിടെ പലപ്പോഴും ഏറ്റുമുട്ടലുകളും നടക്കുന്നുണ്ട്. താലിബാന് ശക്തി കൂടുതലുള്ളതുകൊണ്ട് താലിബാൻ പിടിച്ചെടുത്തു, IS അവിടെ ഒതുങ്ങിപ്പോയി. അപ്പോൾ നമുക്ക് ഒരു ആശങ്കയുണ്ടായിരുന്നു ഇന്ത്യക്ക് പണ്ട്. അതായത് താലിബാൻ അവിടെ ഭരണത്തിൽ വരുന്നതിന് മുമ്പ് വരെ ഒരു പക്ഷേ IS ആണ് താലിബാൻ പിടിച്ചെടുക്കുന്നതെങ്കിൽ അവർ പാകിസ്ഥാനുമായിട്ട് ചേർന്ന്, പാക് ചാരസംഘടന IS-യുമായിട്ട് ചേർന്ന് എന്തെങ്കിലും ഇന്ത്യക്കെതിരെ ആക്രമണങ്ങൾ നടത്താൻ സാധ്യതയുണ്ട് എന്നൊരു ഭയം നമുക്കുണ്ടായിരുന്നു. ജാഗ്രത നമ്മൾ പുലർത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ അതിർത്തിയിലും മറ്റുമൊക്കെ നമ്മൾ അതിൻ്റേതായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു, ഈ ഇന്ത്യ പാക് അഫ്ഗാൻ ഭാഗത്ത് വരുന്ന ആ അതിർത്തിയിൽ. എന്തായാലും അങ്ങനെയൊന്നും സംഭവിച്ചില്ല. അവിടെ IS-ന് മേൽക്കൈ കിട്ടിയില്ല. IS-ൻ്റെ ആൾക്കാർ പലരെയും, നേതാക്കളടക്കം. ഇത് IS-ൽ മാത്രം ചുരുക്കി കാണേണ്ടതുണ്ടോ? 2014 മുൻപ് പലതവണ ഡൽഹിയിലും മുംബൈയിലും മധ്യപ്രദേശിലും അടക്കം എല്ലായിടങ്ങളിലും ഇങ്ങനെ മനുഷ്യൻ ചിതറുന്ന ഒരു കാഴ്ചയായിരുന്നു, ബോംബുകൾ ഉണ്ടാകുന്ന ഒരു കാഴ്ചയായിരുന്നു. അങ്ങനെ നിരന്തരം നാം, പിന്നെ അത് പത്രങ്ങളിലെന്നും അതൊരു വാർത്താ പ്രാധാന്യം ഇല്ലാത്ത രീതിയിലേക്ക് മാറുന്നു. കാരണം ഈ നിരന്തരം സംഭവിക്കുകയാണ്. ആ അവസ്ഥയിൽ നിന്നും ഇന്ത്യക്ക് വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ടല്ലോ. തീർച്ചയായിട്ടും 2014 മുമ്പും പിമ്പും എന്ന് തന്നെ നമ്മൾ അതിനെ കൂട്ടി വായിക്കണം. ഈ പറഞ്ഞതുപോലെ IS-ൻ്റെ മാത്രമല്ല, പാക് കേന്ദ്രീകൃതമായ ലഷ്കർ-ഇ-തോയ്ബ, അതുപോലെ ജെയ്ഷെ മുഹമ്മദ് തുടങ്ങിയ ഭീകര സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട്. അവരുടെ ഒരേ ഒരു ലക്ഷ്യം കാശ്മീർ പിടിച്ചെടുക്കുക എന്നുള്ളതാണ്. അവരുടെ ഇന്ത്യൻ പതിപ്പുകൾ, ഇപ്പോൾ ഇന്ത്യൻ മുജാഹിദീൻ പോലെയുള്ള സംഘടനകൾ നമ്മുടെ രാജ്യത്ത് പണ്ട് പ്രവർത്തിച്ചിരുന്നു. ഇന്ന് അതിൻ്റെ ഒന്നും പേര് പോലും കേൾക്കാനില്ല. അത്തരത്തിലാണ് 2014 ശേഷം ഇന്ത്യൻ ഭരണകൂടം അത്തരം സംഘടനകളെ, അത്തരം ഭീകര ശൃംഖലകളെ അടിച്ചൊതുക്കി, നിരപ്പാക്കി, വെടിപ്പാക്കിയത്, വൃത്തിയാക്കിയത്.
എന്തായാലും ഇപ്പോൾ ഇന്ത്യക്കകത്ത് ഒരു ഭീകരാക്രമണം നടത്താനുള്ള ധൈര്യം അവർക്കില്ല. പക്ഷേ ഈ UN റിപ്പോർട്ട് പറയുന്നത് ഇവരുടെ ഈ IS പോലെയുള്ള, പ്രധാനമായിട്ടും അവർ ISൻ്റെ പേരാണ് എടുത്തു പറയുന്നത്, പോലെയുള്ള ഭീകര സംഘടനകളുടെ ചില സ്ലീപ്പർ സെല്ലുകൾ ഇന്ത്യക്കുള്ളിൽ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഉറങ്ങിക്കിടക്കുന്നുണ്ട്. അവർ ഏത് നിമിഷം വേണമെങ്കിലും ഉണർന്ന് ഇന്ത്യക്കെതിരെ ഒരു ആക്രമണം നടത്താൻ, ഒറ്റപ്പെട്ട ആക്രമണം നടത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് വളരെ ജാഗ്രതയോടെ ഇരിക്കണം എന്നാണ് അവർ ഈ റിപ്പോർട്ടിൽ പറയുന്നത്. എന്തായാലും ഈ നമ്മൾക്ക് കിട്ടിയ വിവരങ്ങൾ അനുസരിച്ച് ISന് നേരിട്ട് നമ്മളോട് ഏറ്റുമുട്ടാനുള്ള ശക്തിയില്ല, അത് ക്ഷയിച്ചിരിക്കുന്നു. ISുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ വായിക്കേണ്ട മറ്റൊരു സംഗതി കൂടെയുണ്ട്. നമുക്കറിയാമല്ലോ, ഇവിടെ നിന്ന് സിറിയയിലേക്ക് ആടുമേയ്ക്കാൻ വേണ്ടിയിട്ട് പോയ ചില ആൾക്കാരുടെ കഥകൾ, ചില മതം മാറി ഇസ്ലാം മതം സ്വീകരിച്ച അതെ ദമ്പതികൾ, ആണും പെണ്ണും, ഭർത്താവും ഭാര്യയും അടക്കം പോയിട്ട് അവരൊക്കെ അതിൽ ആണുങ്ങൾ കൊല്ലപ്പെട്ടു കഴിഞ്ഞു, വെടിയേറ്റ് മരിച്ചു. പെൺകുട്ടികളിൽ അതിൽ നമുക്കൊരു വ്യക്തത വരുത്തേണ്ടതിരിക്കുന്നു. കാരണം പ്രണയിക്കുമ്പോൾ കാമുകനല്ല കല്യാണം കഴിക്കുന്നത്. പ്രണയിക്കുമ്പോൾ ഹിന്ദു ആയിരുന്നു, കല്യാണം കഴിക്കുമ്പോൾ മുസ്ലിമായി. അല്ല, ഈ കല്യാണം തന്നെ ഈ പ്രണയിക്കുന്ന കാമുകനാണല്ലോ ഇതിന്റെ ആദ്യം. ഈ പെൺകുട്ടികൾ ആദ്യം കാമുകനോട് പരിചയപ്പെടുന്നു. അതെ, പക്ഷെ ഈ കാമുകനെയല്ല വിവാഹം കഴിച്ചത്. അതാണ് ആ വിവാഹം കഴിച്ചയാളും ഇതുപോലെ മതം മാറി വന്ന, ഇസ്ലാമിലേക്ക് മതം മാറി വന്ന ഒരാളാണ്. ഞാൻ യഹിയയുടെയും നിമിഷ ഫാത്തിമയുടെയൊക്കെ കാര്യമാണ് ഞാനും പറഞ്ഞത്. അപ്പോൾ ഈ പെൺകുട്ടികൾ ഇന്നിപ്പോൾ അഫ്ഗാൻ ജയിലിലാണ്. അതിൽ നിമിഷ ഫാത്തിമയ്ക്ക് ഒരു മകളും കൂടി പിറന്നു എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. അവരുടെയൊക്കെ ചില ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. ചില ഈ TV ചാനലുകളോടും മറ്റുമൊക്കെ സംസാരിക്കുന്നതൊക്കെ പുറത്തു വന്നിരുന്നു. എന്തായാലും ഇപ്പോൾ ISൻ്റെ നിരവധി നേതാക്കളും ഇതുപോലെയുള്ള ഭീകരപ്രവർത്തനം നടത്താൻ വേണ്ടി പോയവരും അഫ്ഗാനിൽ താലിബാൻ്റെ തടവറയിൽ അടയ്ക്കപ്പെട്ടിരിക്കുകയാണ്. അതും നമ്മൾ ശ്രദ്ധയോടെ നിരീക്ഷിച്ചു വരുന്നു. എപ്പോഴെങ്കിലും ഇവരെ പുറത്തു വിട്ടാൽ ഇവർ തിരിച്ച് ഇന്ത്യയിലേക്ക് വരുമോ തുടങ്ങിയ കാര്യങ്ങൾ അതൊരു ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. കാരണം ഇതിൽ പലരും എങ്ങനെ എപ്പോൾ എവിടെ പ്രവർത്തിക്കുമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അത്രത്തോളം അവരെ ഈ രോഗം ബാധിച്ചിരിക്കുകയാണ്. ഈ മതമൗലികവാദവും ഭീകരവാദവും ഒക്കെ ബാധിച്ചിരിക്കുകയാണ്. എന്നാൽ IS എന്ന് പറയുന്നത് വെറുമൊരു ഭീകര സംഘടനയല്ല, വല്ലാത്ത യാതൊരു മാനുഷികതയും ഇല്ലാത്ത, അത്യന്തം ഭീതിപ്പെടുത്തുന്ന, മനുഷ്യത്വം തൊട്ട് തീണ്ടുക പോലും ഇല്ലാത്ത ഒരു വിഭാഗമാണ് അവർ യസീദികളോട് ചെയ്തത്, കുർദുകളോട് ചെയ്തതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ നേരത്തെ വാർത്തകൾ പുറത്തു വരികയും വലിയ തോതിൽ അത് ചർച്ചയാകപ്പെടുകയും ചെയ്തതാണ്. ഞാൻ അതിൻ്റെ ഭീകരതയിലേക്ക് കടക്കുന്നില്ല. ആൾക്കാരെ എങ്ങനെയാണ് അവർ കൊലപ്പെടുത്തുന്നത് ഈ പറയുന്നത്. അല്ല, എല്ലാ കാലത്തും ഭീകരവാദികളുടെ ഒരു പ്രധാന കേന്ദ്രവും അവരുടെ ലക്ഷ്യവുമാണല്ലോ ഇന്ത്യ. അതെ, തീർച്ചയായിട്ടും. അതിപ്പോഴും ഒരു മാറ്റമില്ല. എല്ലാ കാലത്തും അത്തരം ആൾക്കാരെ തടഞ്ഞു നിർത്തുകയും അവരെ വളരാൻ അനുവദിക്കാതിരിക്കുകയും ചെയ്ത ഒരു പാരമ്പര്യം നമ്മുടെ രാജ്യത്തിനുണ്ട്. അത് 1-2 വർഷത്തെയോ 1-2 നൂറ്റാണ്ടത്തെയോ ഒന്നുമല്ല. അതിനപ്പുറത്തേക്ക് ഇത്തരത്തിലുള്ള ഏത് ഭീകരതയെയും തടഞ്ഞു നിർത്താൻ ഇന്ത്യക്ക് കഴിയുന്നുണ്ട്. അതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ മേന്മ. എന്തായാലും ഇപ്പോൾ ഈ UN നൽകിയിരിക്കുന്ന റിപ്പോർട്ട് വളരെ കാതലായ ഒരുപാട് വിഷയങ്ങളിലേക്ക് അത് വെളിച്ചം വീശുന്നുണ്ട്. നമുക്ക് എല്ലാ വിഷയങ്ങളും ഇപ്പോൾ ചർച്ച ചെയ്ത് തീർക്കാൻ സമയമില്ല അതിനുള്ളിൽ. പക്ഷേ ഈ ഭീകരതയുടെ കാര്യത്തിൽ, ISൻ്റെ കാര്യത്തിൽ മറ്റു പലരെക്കുറിച്ചും അവർ പരാമർശിക്കുന്നുണ്ട് UN റിപ്പോർട്ടിൽ. ബംഗ്ലാദേശിൻ്റെ വിഷയമുണ്ട്, അതുപോലെ തന്നെ റോഹിംഗ്യകളുടെ വിഷയമുണ്ട്. ഇങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് വെല്ലുവിളികൾ നമ്മൾ നേരിടുന്നുണ്ട്. അതിലേക്കൊക്കെ കൃത്യമായി നമുക്ക് വിവരങ്ങളും ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ ISൻ്റെ കാര്യത്തിലാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. കാരണം ഈ ISൽ നമുക്കറിയാം, അഫ്ഗാനിൽ പോയ ചിലരുടെയൊക്കെ ശബ്ദരേഖകൾ ഇവിടെ വന്നത്. അതായത് വലിയ ഉത്സവം നടക്കുന്ന, തൃശ്ശൂർ പൂരം പോലെയുള്ള ഉത്സവങ്ങളൊക്കെ നടക്കുന്നിടത്തേക്ക് ട്രക്ക് ഓടിച്ച് കയറ്റുക, പിന്നെ ആൾക്കാരെ ഇപ്പോൾ ജർമ്മനിയിലൊക്കെ സംഭവിച്ചതുപോലെ കാർ ഓടിച്ച് വന്ന് ആൾക്കൂട്ടത്തിനുള്ളിലേക്ക് കയറ്റി കുറേ പേരെ ഇടിച്ചു കൊല്ലുന്നു. അത്തരത്തിലൊക്കെ ആൾക്കാരെ കൊല്ലാൻ ഒരു ട്രക്കിനുള്ളിൽ ബോംബ് നിറച്ചു കൊണ്ടുവന്ന് അവിടെ വെച്ച് സ്ഫോടനം നടത്തുക, ഇങ്ങനെയൊക്കെ പറഞ്ഞുള്ള ശബ്ദരേഖകൾ നമ്മൾ കേട്ടതാണ്. അക്ഷരാർത്ഥത്തിൽ ജനം ഭീതിയിലാണ്ടുപോയ വാർത്തകളായിരുന്നു അതൊക്കെ. എന്തായാലും ഇപ്പോൾ നമുക്ക് വളരെ കൃത്യമായിട്ട് UN അതൊക്കെ ശരിവെക്കുന്ന തരത്തിൽ അത്തരത്തിലുള്ള ഒറ്റപ്പെട്ട ആക്രമണങ്ങൾ ഇന്ത്യയിൽ നടക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ കരുതലോടെ ഇരിക്കണം. എന്തായാലും ഒരു വലിയ അറ്റാക്കിനുള്ള സാധ്യതയില്ല. അവർ ഏതാണ്ട് തകർന്ന് തരിപ്പണമായിരിക്കുന്നു. പക്ഷെ അവരുടെ സ്ലീപ്പർ സെല്ലുകൾ അവശേഷിക്കുന്നുണ്ട്. ജാഗ്രതയോടുകൂടി അവരെ നിരീക്ഷിക്കുക, അവരെ അക്രമങ്ങൾ നടത്താൻ അനുവദിക്കരുത് എന്നുള്ള ഈ UN റിപ്പോർട്ട് നമ്മുടെ ഭരണകൂടം വളരെ ഗൗരവത്തിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്.